HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനാമിക, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ICSE 10ാം ക്ലാസ് ഫലവും ISE 12ാം ക്ലാസ് ഫലവും പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ മികച്ച വിജയം. കാലവർഷം നേരത്തെ എത്തിയേക്കും. കൊടുംവേനൽ. വളർത്തുമൃഗങ്ങളെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വെയിലത്തിറക്കരുത്. എക്സിറ്റ് പോൾ കേരളത്തിൽ UDFന് മുൻതൂക്കം. എരുതിയിൽ എണ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വില കൂട്ടുമെന്ന സന്ദേശം വ്യാജമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചുവടുമാറ്റുന്നു. മിൽമ പാൽ വിലവർധന തീരുമാനം അടുത്ത ബോർഡ് യോഗത്തിൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ICSE ISE ഫലം മിന്നിച്ച് കേരളം. ICSE 10ാം ക്ലാസ് ഫലവും ISE 12ാം ക്ലാസ് ഫലവും പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ മികച്ച വിജയം. ICSE പരീക്ഷ എഴുതിയ 99.96% പേർ വിജയിച്ചു. ISEയിൽ 99.97% വിജയം. രണ്ടിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പെൺകുട്ടികൾ. ICSEയിൽ പെൺകുട്ടികൾ 99.978%, ISEയിൽ 100% വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിൽ 10ാം ക്ലാസ്സിൽ 99.18%, 12ൽ 99.13% വിജയം. കാലവർഷം നേരത്തെ എത്തിയേക്കും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18നും 25നും ഇടയ്ക്ക് കേരള തീരത്ത് എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. ഈ മാസം പകുതിയോടെ വേനൽ മഴ ശക്തമാകാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഉയർന്ന താപനിലയിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് മാറുന്നതിനാൽ ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. കൊടുംവേനൽ. വളർത്തുമൃഗങ്ങളെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വെയിലത്തിറക്കരുത്. അമിതമായ ചൂട് അഥവാ ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വളർത്തുമൃഗങ്ങളെ വെയിലത്തിറക്കരുതെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ S അനിൽകുമാർ അറിയിച്ചു. പൊള്ളുന്ന വെയിൽ തുറസായ സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ കെട്ടിയത് ഒഴിവാക്കണം. പശുക്കളെ മേയ്യുന്നതിനായി അതിരാവിലെയും വൈകുന്നേരവും തിരഞ്ഞെടുക്കുക. ഈ സമയം ഇവയെ തൊഴുത്തിൽ തന്നെ നിർത്തി ശുദ്ധജലം നൽകുന്നതിനായി സമയം ക്രമീകരിക്കുക. എക്സിറ്റ് പോൾ കേരളത്തിൽ UDFന് മുൻതൂക്കം. ബംഗാളിലും ആസാമിലും BJP, തമിഴ്നാട്ടിൽ DMK. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. ശരാശരി 80 വരെ സീറ്റുകളോടെ UDF അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങളുടെ ആകെ തുക. LDFന് പരമാവധി 68 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. BJPക്ക് 0 മുതൽ 3 വരെ സീറ്റുകളാണ് പ്രവചിച്ചത്. 2021 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും ഇടതുമുന്നണിക്ക് അനുകൂലമായിരുന്നു. പശ്ചിമ ബംഗാളിലും ആസാമിലും BJPക്കും തമിഴ്നാട്ടിൽ DMKക്കുമാണ് മുൻതൂക്കം. ബംഗാളിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJPക്കാണ് സാധ്യത പ്രവചിക്കുന്നത്. ആസാമിൽ എല്ലാവരും BJPക്ക് വ്യക്തമായ മേൽക്കൈ പ്രവചിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന DMK സഖ്യത്തിന് മേൽക്കൈ പറയുന്നു. എരുതിയിൽ എണ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വില കൂട്ടുമെന്ന സന്ദേശം വ്യാജമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചുവടുമാറ്റുന്നു. വൈകാതെ വില കൂട്ടിയേക്കാമെന്നാണ് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിലെ സൂചന. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് മിക്ക രാജ്യങ്ങളിലും വില കൂട്ടിയതായും വർധന ഒഴിവാക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിൽമ പാൽ വിലവർധന തീരുമാനം അടുത്ത ബോർഡ് യോഗത്തിൽ. തിരുവനന്തപുരം. മിൽമ പാൽ വില വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ബോർഡ് യോഗത്തിൽ ഉണ്ടാകും എന്ന് ചെയർമാൻ KS മണി അറിയിച്ചു. വിലവർധന അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ശേഷം ഒരിക്കൽ കൂടി ബോർഡ് യോഗത്തിൽ ചേരുമെന്നും അന്ന് തീരുമാനമുണ്ടാകുമെന്നും ചെയർമാൻ അറിയിച്ചു. ട്രംപിന്റെ പടമുള്ള പാസ്പോർട്ട് വരുന്നു. US-ന്റെ 250ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഛായാചിത്രം ഉൾപ്പെടുത്തി ഏതാനും പാസ്പോർട്ടുകൾ പുറത്തിറക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിന്റെ ചിത്രമോ മുദ്രയോ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്തുന്ന ട്രംപ് സർക്കാരിന്റെ നടപടികളിൽ ഏറ്റവും പുതിയതാണിത്. പാസ്പോർട്ടിനുള്ളിലെ ഒരു പേജിൽ ട്രംപിന്റെ ചിത്രവും എതിർ പേജിൽ 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവെക്കുന്ന ചിത്രവും ഉണ്ടാകും.
പാസ്പോർട്ടിന്റെ മാതൃക വിദേശകാര്യ വകുപ്പ് എക്സിൽ പ്രസിദ്ധീകരിച്ചു. ജൂലൈയിൽ ഇത് പുറത്തിറക്കും. നിലവിലുള്ള പാസ്പോർട്ടുകളുടെ അതേ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇതിലുണ്ടാകുമെന്ന് വിദേശകാര്യ വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ലോകമെങ്ങും മെയ് 1 തൊഴിലാളി ദിനം ആചരിച്ചു. ഇനി വോട്ടില്ല. 20,411 ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ടിന് അനുമതിയില്ല. ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ച 20,000-ലധികം സർക്കാർ ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇടപെടാനാകില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് KV ജയകുമാറിന്റെ ഉത്തരവ്. 20,411 ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചെന്നാണ് ആരോപിച്ച് NGO യൂണിയൻ അടക്കമുള്ളവരായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ ജില്ലാ കളക്ടറേറ്റിലും ഒരു ഫെസിലിറ്റേഷൻ സെന്റർ വീതം തുറന്ന് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. പ്രധാനമായും 3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തു. തെരഞ്ഞെടുപ്പ് ഹർജി തന്നെ നിലനിൽക്കാനാകില്ലെന്ന കമ്മീഷന്റെ വാദം കോടതി തള്ളി. എന്നാൽ 20,000-ലധികം പേർ വോട്ട് ചെയ്യാനായില്ലെന്ന് ഹർജിക്കാർ ആരോപിക്കുന്നുണ്ടെങ്കിലും ഇരുവരുടെയും പേര് മറ്റു വിവരങ്ങളും നൽകിയിട്ടില്ലെന്ന കമ്മീഷന്റെ വാദം കോടതി കണക്കിലെടുത്തു. പേര് വിവരങ്ങൾ നൽകാത്തത് തിരഞ്ഞെടുപ്പ് നടപടികൾ വൈകിപ്പിക്കാനാണെന്നും കമ്മീഷൻ ആരോപിച്ചു. ISC 12 കേരളത്തിന് 99.97% വിജയം. ISC 12ാം ക്ലാസ് പരീക്ഷയിലും കേരളത്തിന് 99.97% വിജയം. ICSE 10ാം ക്ലാസ് പരീക്ഷയിൽ 99.97% വിജയം നേടി. ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് കേരളമെങ്കിലും 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നേടിയ 100% വിജയം ആവർത്തിക്കാനായില്ല. 10ൽ കഴിഞ്ഞ തവണയേക്കാൾ മികച്ച വിജയവും നേടുകയും ചെയ്തു. ദേശീയ തലത്തിൽ ICSEയിൽ 99.18%വും ISCയിൽ 99.13%വും നേടി. നാഗാലാൻഡിലും പുതുച്ചേരിയിലും മീഡിയം ക്ലാസുകളിലും 100% വിജയമുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ICSE 10ാം ക്ലാസ് ഫലവും ISC 12ാം ക്ലാസ് ഫലവും പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ മികച്ച വിജയം. കാലവർഷം നേരത്തെ എത്തിയേക്കും. കൊടുംവേനൽ. വളർത്തുമൃഗങ്ങളെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വെയിലത്തിറക്കരുത്. എക്സിറ്റ് പോൾ കേരളത്തിൽ UDFന് മുൻതൂക്കം. എരുതിയിൽ എണ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വില കൂട്ടുമെന്ന സന്ദേശം വ്യാജമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചുവടുമാറ്റുന്നു. മിൽമ പാൽ വിലവർധന തീരുമാനം അടുത്ത ബോർഡ് യോഗത്തിൽ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. സ്വതന്ത്ര ഇന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഏത് സംസ്ഥാനങ്ങളിലാണ്? ഉത്തരം ബംഗാളിലും തമിഴ്നാട്ടിലും. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. യുഎസിന്റെ വിദേശകാര്യ വക്താവ് ആരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കഥയോലയിൽ ഡോക്ടർ TP കലാധരൻ്റെ ജയ് ഭീം അംബേദ്കറുടെ അതുല്യ ജീവിതം എന്ന പുസ്തകത്തിലെ നീചജാതി വീട്ടിൽ തൊട്ടാൽ എന്ന ഭാഗം കേൾക്കാം. അവതരണം മിത്ര R. നീചജാതി വീട്ടിൽ തൊട്ടാൽ. കറുത്തിരുണ്ട ആകാശം. മഴ പെയ്താൽ പുസ്തകം ആകെ നനയുമല്ലോ എന്നാണ് കൊച്ചുഭീം പേടിച്ചത്. അപ്പോഴേക്കും തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴയിൽ നിന്നും രക്ഷ നേടാനായി അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് അംബേദ്കർ ഓടി. വീടിൻ്റെ ചുമരിനോട് ചേർന്ന് ചെറു വരാന്തയിൽ കയറി മഴ നനയാതിരിക്കാൻ ഒതുങ്ങി നിന്നു. ആ വീട്ടിലെ ഒരു പ്രായമായ സ്ത്രീ ഇത് കണ്ടു. അവർ ദേഷ്യം കൊണ്ട് വിറച്ചു. ഒപ്പം എന്തോ അത്യാപത്ത് സംഭവിച്ച പോലെ നിലവിളിക്കാനും ശപിക്കാനും തുടങ്ങി. അയ്യോ, ഈ നീചജാതി വീടേൽ തൊട്ടു, നശിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇനി എന്തു ചെയ്യും? നീ നശിച്ചു പോകത്തേ ഉള്ളൂ, കടക്കട പുറത്ത്. അവർ അംബേദ്കറിനെ കമ്പെടുത്ത് തള്ളിയിട്ടു. ചെളിവെള്ളത്തിൽ വീണ
അംബേദ്കർ ആ സ്ത്രീയെ ഒന്ന് നോക്കിയ ശേഷം നിസ്സഹായതയോടെ മഴ നനഞ്ഞ് നടന്നു. ഓരോരോ ചിന്തകൾ ആ കൊച്ചു ബാലൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. എങ്ങും അപമാനം മാത്രം. തുകൽപ്പണി ചെയ്യുന്ന മഹറുകൾ ഇവർക്കെല്ലാം അയിത്തമാണ്. അവരുണ്ടാക്കുന്ന ചെരുപ്പിടുന്നതിന് അയിത്തമില്ല. അംബേദ്കറുടെ അച്ഛനും അമ്മയ്ക്കും 14 മക്കളായിരുന്നു. അവരിൽ 7 പേർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ബലറാം, ഗംഗ, രമാഭായി, അനന്തറാവു, മഞ്ജുള, തുളസി, ഭീംറാവു എന്നിവരായിരുന്നു മറ്റുള്ളവർ. എല്ലാ കുട്ടികളെയും എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിരുന്നു. അംബേദ്കറായിരുന്നു ഇളയ കുട്ടി. ഭീം ഒരു ദിവസം ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, മുടി വളർന്നു, വെട്ടിത്തരുമോ? തുണിയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് വെട്ടാം. നാട്ടിലെ ക്ഷുരകന്മാർ വെട്ടിത്തരുമായിരുന്നെങ്കിൽ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. നേരെ പൈസയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അവരടിച്ച് പുറം പൊളിക്കും. മുടി വെട്ടിയാലും അയിത്തമാ അയിത്തം. ഓരോരോ ജാതിക്കും വെവ്വേറെ ക്ഷുരകന്മാർ, തുണി അലക്കുകാർ. എന്തൊരു തലതിരിഞ്ഞ നാടാണിത്. നന്ദി. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി എച്ച് റേഡിയോ. സാ സദസ നിധ പനിധ മഗ മഗരി സ